ഇവിടെ തൃശ്ശൂർ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് 2024 ഏപ്രിൽ 24 അനിൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ബൂത്ത് പ്രസിഡന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുക്കുന്നത്. ഈ പറയുന്ന ചില ബൂത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എൻ്റെ കയ്യിൽ പരാതിയോടെ ഇരിക്കുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങൾക്കും ഞങ്ങൾ നൽകിയതാണ്. അതുപോലെ തന്നെ 24/4/2024 തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വ്യാജമായി വോട്ടുകൾ ചേർത്തിയതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായ ശ്രീ TN പ്രതാപൻ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കോപ്പിയും എൻ്റെ കയ്യിലിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും കൊടുത്താണ്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നോട്ടീസ് തരികയോ ഞങ്ങളുടെ ഹിയറിങ്ങിന് പോലും ഈ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ട് എന്താണ് കാര്യം? ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ ഏജൻറ്റായി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് അവിടെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഞങ്ങൾ ഇന്ന് ക്രിമിനൽ കേസായി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗൂഢാലോചന പിന്നെ ക്രിമിനൽ കോൺസ്പിറൻസി ഉണ്ട് എന്നാലോചിച്ചുകൊണ്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധി തന്നെയാണ് പറഞ്ഞത് ഇതിനകത്തൊരു ക്രിമിനൽ കോൺസ്പിറൻസിയാണ്, ഇത് ക്രിമിനൽ ഗൂഢാലോചനയാണ്, ഇതിനകത്ത് കേസെടുക്കണം എന്ന് വളരെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ പ്രതിസ്ഥാനത്ത് വരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങളെന്തിന് പരാതി കൊടുക്കണം? ഈ കേസിൽ ഈ കോൺസ്പിറസിയിൽ കൃത്യമായ പങ്കാളിത്തമുള്ള ഒരു കക്ഷിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ പ്രതിയാക്കി ഉള്ള കേസിൽ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനല്ല ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. ഞങ്ങൾ രാജ്യത്തെ നിയമപരമായി നേരിടും. ഞങ്ങൾ പോലീസിന് പരാതി കൊടുത്തു. കർണാടക ഗവൺമെൻറ് അത് അന്വേഷിക്കാനുള്ള നടപടികളുമായി പോകുന്നു. അതാണ് അതുമായി ബന്ധപ്പെട്ട വിഷയം. ഇവിടെ അദ്ദേഹം ഇവിടെ പറയുണ്ടായി, വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഒരു 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 3 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ഒരാളാണ്. 5 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ഒരാളാണ്. വോട്ടർ പട്ടിക കുട്ടിക്കാലം മുതൽ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായ സമയത്തും ബൂത്ത് പ്രസിഡൻ്റായ സമയത്തും വളരെ കൃത്യമായ വോട്ടർ പട്ടിക കൈകാര്യം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തനാണ്. അപ്പോൾ വോട്ടർ പട്ടിക എങ്ങനെയാണ് ഇറക്കുക എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ എന്താണ് സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കരടിറങ്ങി, രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിച്ചു, വോട്ട് ചേർത്തി, എല്ലാം കഴിഞ്ഞു. അതിനുശേഷം അവസാനം ഈ വോട്ടർ പട്ടികയുടെ ഇറങ്ങിയ മദർ വോട്ടർ പട്ടിക, ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം, മദർ വോട്ടർ പട്ടിക ഇറങ്ങിയതിന് ശേഷം രണ്ടാമതായി കൂട്ടിച്ചേർക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി 2023 ഒക്ടോബർ 27 മുതൽ 2024 ജനുവരി 22 വരെയുള്ള സമയങ്ങളിലായി ചേർത്ത വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കൂട്ടിച്ചേർത്ത ഈ പറയുന്ന 3 പേജുകൾ. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ പേജ് എന്ന് പറയുന്നത് 3 പേജാണ്. ഈ 3 പേജ് ഇറങ്ങിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥി ആവുന്നതിന് മുൻപ്, നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിന് ശേഷം ഇറങ്ങിയ വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടികയിലാണ് സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും വോട്ട്.